ഇന്ന് പിന്നെ നൈനുക്കുട്ടിക്കും സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉമേഷാണെങ്കിൽ നേരത്തെ പോവുകയും ചെയ്തു. എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് കേട്ടോ എണീച്ചത്. ഒരു 8 മണി 8:30 ആയിട്ടുണ്ടാവും എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് നൂൽപുട്ടാണല്ലോ, നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തേങ്ങാപ്പാലും കൂടി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് പരിപ്പോടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് കുട്ടി പരിപ്പോടാസ് ഉണ്ടാക്കി. അങ്ങനെ പരിപ്പോടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറ് കുറച്ച് വെക്കണമല്ലോ, കാരണം ഇന്ന് നമുക്ക് രാത്രിയിലൂടെ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ വെച്ചോളൂ കേട്ടോ. പിന്നെ ക്യാബേജ് ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചാറ് കറി എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക കുറച്ച് നമുക്കിവിടെ റേഷൻ കിട്ടിയിരിക്കുന്നുണ്ടായിരുന്നു സബ്ജിയിൽ. ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും സബ്ജി ഫ്രൂട്ട്സ് എന്തെങ്കിലും അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചാറ് പോലെ വെക്കാമെന്ന്, തേങ്ങയൊന്നും ഇടാതെ വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ചിട്ടാണ് ഞാൻ സാധാരണ വെക്കാറ്. ഇത് ഞാൻ യൂട്യൂബൊക്കെ നോക്കി കണ്ടുപിടിച്ചാണ് കേട്ടോ. തേങ്ങയൊന്നും ഇല്ലാതെ നല്ല കുറുകി നല്ല കട്ടിയിലുണ്ടാവും കേട്ടോ ഈ നമ്മുടെ വെണ്ടയ്ക്ക തീയിൽ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ ഈ വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കുമ്പോൾ വെണ്ടയ്ക്ക കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം, എന്നിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കുക. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മീഷോന്നില്ലേ ഒരു ബ്ലൗസും സാരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൗസ് എനിക്ക് നല്ല ഇഷ്ടമായി, എന്ത് രസമാണ്, കോളറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് വെറുതെ വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഒരു വീഡിയോ ഇടാം കേട്ടോ.